പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ് എൻ്റെ സ്കിൻ ശരിക്കും ഇങ്ങനെ തന്നെയാണോ? അതോ വീഡിയോയിലൊക്കെ വെളുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണോ എന്ന്. പക്ഷേ എന്നെ ജെനുവിനി അറിയുന്ന ആൾക്കാർക്ക് അറിയാം സ്കിൻ കെയറിൻ്റെ കാര്യത്തിലും സ്കിന്നിൻ്റെ കാര്യത്തിലും ഞാനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന്. ഏജിങ് സയൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈൽഡ്രോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സെറംസും സൺസ്ക്രീൻസും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ടാൻ പോയി നല്ല ബ്രൈറ്റ് ആയിരിക്കാനും ഡ്രൈനെസ് മാറി നല്ല പ്ലംപി ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം പരസ്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മുംതാസ് കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലവ് ബൈ മുംതാസ് ആയതിൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഇവിടെ ഇപ്പോൾ ഞാനും ഹസ്ബൻഡും അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സ്കിന്നിൻ്റെ പല പല പ്രോബ്ലത്തിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ഒറ്റ ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ പിറ്റേ ദിവസം എനിക്ക് സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ പോയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇത് യൂസ് ചെയ്യുന്നത് പുറത്തൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് പുള്ളിയുടെ സ്കിന്ന് നല്ല ടാൻ ആയിട്ടുണ്ടായിരുന്നു. ആ ടാനൊക്കെ ഒന്ന് പോയിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മ യൂസ് ചെയ്തത് കരിമംഗലം പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കുഞ്ഞുവാവയും കുഞ്ഞാറ്റയും ഇത് യൂസ് ചെയ്യുന്നത് ബേബി ഓയിലായിട്ടാണ്. 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. പൊള്ളലേറ്റ പാട്, സർജറിയുടെ പാട്, മുഖക്കുരുവിൻ്റെ പാട്, മുറിപ്പാട്, അങ്ങനെ സ്കിന്നിലുള്ള എല്ലാവിധ പാടുകളും മാറുന്നതിന് ഇത് നല്ലൊരു റെമഡിയാണ്. 100% ആയുർവേദിക് പച്ചമരുന്നുകൾ ഉരുക്ക് വെളിച്ചെണ്ണയിൽ ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.